നമ്മുടെ വിഷയം പറഞ്ഞു കഴിഞ്ഞല്ലോ, സഭ യുഗാന്ത്യത്തിൽ. നാം വന്നെത്തിയിരിക്കുന്ന ഈ കാലം ഏതാണെന്ന് പറയാതെ ദൈവമക്കൾക്ക് ധാരാളമായി അറിയാം. അഥവാ ക്രൈസ്തവ സഭയുടെ ഈ ഭൂമിയിലെ ഒടുവിലത്തെ അധ്യായത്തിന്റെ അവസാനത്തെ പേജുകളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ക്രൈസ്തവ സഭ ഒരു ബുക്കിനോട് ചിത്രീകരിക്കുകയാണെങ്കിൽ അതിന്റെ ഒടുവിലത്തെ ചാപ്റ്ററിന്റെ അവസാനത്തെ പേജുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിന്റെ കാരണങ്ങൾ തെളിവുകൾ സഹിതം നിരവധി ദൈവമക്കൾക്കൊക്കെ സുപരിചിതമാണ്. രക്ഷയുടെ അനുഭവമുള്ള ദൈവമക്കൾക്കും സത്യമറിയുവാൻ താല്പര്യരായവർ ആർക്കും അറിയാം. കാലഘട്ടത്തെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ ഓരോന്നായി നിറവേറുന്നത് കാലാകാലങ്ങളിൽ നമ്മൾ എല്ലാ മാധ്യമങ്ങളിലും, വിശേഷാൽ ഈ മാധ്യമത്തിൽ തന്നെ നിരവധി പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ ഗൗരവം നമുക്ക് രണ്ടാമതൊന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അത്ര ഗൗരവമുള്ളൊരു കാലമാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ ഉസ്താദാണ് നമ്മുടെ കർത്താവിന്റെ ദാസൻ CB ആൻഡ്രൂസ്. അദ്ദേഹമാണെങ്കിൽ ആവറേജ് ദിവസം 2 ക്ലാസ് വെച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ സമ്പന്നമായ അന്ത്യകാല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. കാരണം എല്ലാവർക്കും അറിയാം ഈ തലമുറ ഏതാണെങ്കിലും അന്ത്യകാല സംഭവങ്ങളെ ഒന്ന് സ്പർശിച്ചില്ലെങ്കിൽ നമ്മുടെ ക്ലാസിന്റെ ആ ക്ലാരിറ്റി കുറയില്ല. ഞാൻ 1-2 കാര്യം പറയാം. ഇപ്പോഴത്തെ യുദ്ധം, അതിന്റെ സമാപ്തിയോ ഇതൊന്നുമല്ല, അതൊക്കെ ഇപ്പം തീരും. ഇപ്പോഴത്തെ യുദ്ധത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ബുദ്ധിയുള്ളവർക്ക് ദൂരവ്യാപകമായി, ഇപ്പോഴല്ല ദൂരവ്യാപകമായി സംഭവിക്കാൻ പോകുന്ന വെളിപ്പാട് പുസ്തകത്തിലെ ഒരു പ്രവൃത്തി, ഒരു പ്രവചനം ഭാവിയിൽ ഭംഗിയായി കൃത്യമായി വരും എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കത്തക്കവണ്ണമാണ് ഇപ്പോഴത്തെ യുദ്ധം. ഞാൻ യുദ്ധത്തിന്റെ അതൊന്നും അല്ല പറയുന്നത്. ഈ യുദ്ധം ഇപ്പോൾ ഉടനെ അധികം താമസിക്കാതെ തീരുമെന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി 2 രാജ്യങ്ങളോ 3 രാജ്യങ്ങളോ മാത്രം ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും ആകാംക്ഷയോടും ഭയത്തോടും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം മരണമെന്നുള്ള കാര്യമൊന്നുമല്ല. ലോകത്തിലെ സകല രാജ്യങ്ങളും നോക്കുന്നത് സംഭവിക്കുവാൻ സാധ്യതയുള്ള ഊർജ പ്രതിസന്ധി, എനർജി, ആ ക്രൈസിസ് ഓഫ് എനർജി. നമുക്കറിയാം, ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, അമേരിക്കയിൽ ഓൾറെഡി ഗ്യാസിന്റെ വില കൂടി. ഇന്ത്യയിലും കേരളത്തിലൊക്കെ ആണെങ്കിൽ ഈ കുക്കിംഗ് ഗ്യാസ് ഇല്ല, ഹോട്ടലുകളൊക്കെ അടയ്ക്കുക. അവിടെ മിക്കവാറും ഹോട്ടലുകളെല്ലാം അടയ്ക്കുന്നു എന്ന വാർത്തകൾ നമ്മൾ കേട്ടപ്പം ഇപ്പോൾ ഇവിടെ ഒരു ഊർജ പ്രതിസന്ധിയുടെ ലക്ഷണം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇത് തിരുവചനവുമായിട്ട് നമ്മൾ ധരിക്കുമ്പോൾ കാണാം. ഇപ്പോഴല്ല, ഭാവിയിൽ സഭ എടുത്തു കഴിയുമ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ അന്നത്തെ ലോകഭരണാധികാരി, വേൾഡ് റൂളറാകുന്ന യേശുക്രിസ്തു പറയും, എണ്ണയ്ക്ക് കേടുവരുത്തരുതേ. 6-ൽ കാണാം, എണ്ണയ്ക്ക് കേടുവരുത്തരുതേ, ഓയിലുകൾ സൂക്ഷിക്കണമെന്ന് പറയണമെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, അതിനു മുമ്പുള്ള ഈ ഊർജ പ്രതിസന്ധി അതിനേക്ക് കാണിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം കൂടെ, നമ്മൾ മനുഷ്യന്റെ ഈ സകലവിധമായ സംവിധാനങ്ങളും തകരുന്ന ഒരു കാലമായിരിക്കും സഭ എടുക്കപ്പെട്ട നാളിന് ശേഷമുള്ളത്. ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ അഥവാ ഇന്റർനെറ്റിന്റെ ഏറ്റവും വലിയ വസന്തകാലത്താണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റിൽ. എന്നെ നിങ്ങൾ കാണുന്നു, കണ്ണൂരിലുള്ള ദൈവദാസനെ വരെ ഞാൻ ഇവിടെ നിന്ന് കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു. ഒരു കണക്ഷനും ഇല്ലാത്ത നമ്മുടെ ഡിവൈസിൽ കൂടി കാണുന്ന നമുക്കറിയാം ഇന്റർനെറ്റാ അല്ലേ. അതിനെ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ അറിയാമല്ലോ, പഴയ കാലത്തെ ഡോക്ടർ വരുമ്പോൾ നേഴ്സുമാര് ഫയലുമായിട്ട് നടക്കും, ഓഫീസുകളിൽ ഫയല്. ഇതൊന്നും ഇപ്പൊ ഇല്ലല്ലോ, എല്ലാം സ്റ്റോർ ചെയ്തിരിക്കില്ലേ കമ്പ്യൂട്ടറിൽ, എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇതെവിടെയാണ്? അതിന് പറയുന്ന വാക്കാണ് ക്ലൗഡ് സ്റ്റോറേജ്. അന്തരീക്ഷത്തിൽ, ആകാശത്തിൽ, ഇന്റർനെറ്റിലാണ് ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഞാൻ എല്ലാം സ്റ്റോർ ചെയ്യുന്ന അവിടെയാണ്. അതാണ് നമ്മളെ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം കമ്പ്യൂട്ടറിൽ നോക്കിയ കാര്യങ്ങൾ പറയുന്നത് എവിടെയാ? ഒരു ഫയലും വേണ്ട, ഓഫീസുകളിൽ ഫയൽ വേണ്ട, എല്ലാം നമ്മളെ ഈ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാം. അതാണ് ക്ലൗഡ് സ്റ്റോറേജ്. ആകാശത്തിൽ ഇന്റർനെറ്റിന്റെ സംവിധാനത്തിൽ സ്റ്റോർ ചെയ്യുക. അപ്പൊ മനുഷ്യൻ അവന്റെ സകല കാര്യങ്ങളും, അവന്റെ എല്ലാ ചുരുക്കം ചില കാര്യങ്ങൾക്ക് മാത്രമേ ബാക്കുള്ളൂ.
ചുരുക്കം ചില കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ബാക്ക് ഉണ്ട്. വളരെ രഹസ്യമായ കാര്യങ്ങൾക്ക് ക്ലൗഡ് സ്റ്റോറേജ് തന്നെയല്ല, ലിറ്ററൽ സ്റ്റോറേജ് ഉണ്ട്. എന്നാൽ മിക്കവാറും കോമൺ എല്ലാം തന്നെ ക്ലൗഡ് സ്റ്റോറേജ് ആണ്. ആകാശത്തിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുകയാണ് ഇന്റർനെറ്റ്. ഞാൻ 2 മാസം മുമ്പ് ഒരു പ്രൊഫഷണലായിട്ട് വീഡിയോഗ്രാഫ് ചെയ്യുന്ന വിവാഹങ്ങൾക്കും അങ്ങനെയുള്ള ആഘോഷങ്ങൾക്കും എല്ലാം വീഡിയോ എടുക്കുന്ന ഒരു പ്രൊഫഷണലിനെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ആകാശം വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. സാരസ്വതി പറഞ്ഞതാ. കാരണം തന്റെ എല്ലാ കാര്യങ്ങളും അവിടെ ക്രമീകരിച്ചിരിക്കുക. അപ്പോൾ എന്റെ മനസ്സിൽ വന്ന ചിന്ത ഉടനെ വന്നു, മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ ഇതെല്ലാം സൗകര്യാർത്ഥം, ക്വിക്കിന്, വേഗതയ്ക്ക്, സൗകര്യത്തിന് എല്ലാം ക്ലൗഡ് സ്റ്റോറേജ് ഇന്റർനെറ്റിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ചിന്തിച്ച് നോക്കിക്കേ. ആകാശം എന്ന് പറയുന്നത് ഗ്യാസാണ്, നമുക്കറിയാം. പുസ്തക ചുരുട്ടും പോലെ വിധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ കർത്താവിന്റെ ശക്തിയാൽ 6ാമത്തെ മുദ്ര കുഞ്ഞാട് പൊട്ടിക്കുമ്പോൾ പുസ്തക ചുരുട്ടും പോലെ ഇതെല്ലാം മാറിപ്പോകുമ്പോൾ എന്തു പറ്റും? മനുഷ്യൻ നിർമ്മിച്ചു വെച്ച സകല ചീട്ടുകൊട്ടാരവും താഴെ വരും. പക്ഷെങ്കിൽ വളരെ സന്തോഷമുണ്ട്, അന്ന് വചനപ്രകാരമുള്ള ദൈവസഭ ഈ ഭൂമിയിൽ കാണത്തില്ല. മൂന്നാമത് ഞാൻ വളരെ ഗൗരവത്തിലുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അന്ത്യകാലത്തിലേക്ക് പ്രവേശമാണ്. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റാഫ് ഒരു പേഷ്യന്റിനെ പരിശോധിക്കുമ്പോൾ 3 കാര്യങ്ങൾ നോക്കുക ആളിന്റെ. 1 BP, 2 റെസ്പിറേഷൻ, ഓക്സിജൻ ലെവൽ, 3 ടെമ്പറേച്ചർ. ഇത് 3ഉം പ്രശ്നമാണെങ്കിൽ ആ മെഡിക്കൽ പേഴ്സൺ അറിയാം ഈ വ്യക്തിക്ക് അധികം നാളില്ലെന്ന്. BP, ഓക്സിജൻ ലെവൽ, ശരീരത്തിന്റെ ടെമ്പറേച്ചർ. അത് തന്നെ നമുക്കറിയാം. ഭൂമിക്കും ജീവനുണ്ട്, അല്ല നിർജീവമല്ല. ഭൂമിയുടെ ജീവന് സയൻസ് പറയുന്ന പേരാ ന്യൂസ്ഫിയർ. അതുകൊണ്ടാണല്ലോ ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരുക എന്ന് 2700 വർഷം മുമ്പ് പ്രവാചകൻ പറഞ്ഞു, ഭൂമിയെ ചെവിതരുക. ഭൂമിക്ക് ജീവനുള്ള ചലനം, നമ്മൾ കാണുന്ന ജീവനല്ല. ആ ഭൂമിയുടെ നോക്കിക്കോണം, ഭൂമിയുടെ BP എന്ന് പറയുന്നത് സയന്റിഫിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഷൂമാൻ റെസൻസ് എന്ന് പറയും. അതിഭയങ്കരമായ വ്യത്യാസം വന്നിരിക്കുകയാണ്. ഭൂമിയുടെ BP എന്ന് പറഞ്ഞാൽ അകത്തെ ജിയോ മാഗ്നറ്റിക്കൽ സിസ്റ്റത്തിന് എന്ത് കാരണമെന്നറിയാൻ മേല, ഭയങ്കരമായ വേരിയേഷനാണ്. അകത്തെ ജിയോമാറ്റിക്കൽ സിസ്റ്റം വേരിയേഷൻ അതിഭയങ്കരമാണ്. അതാണ് അവരുടെ ഭാഷയിൽ ഷൂമാൻ റെസൻസ്. ഭൂമിയുടെ BP. 2 ഭൂമിയുടെ ഓക്സിജൻ എന്ന് പറയുന്നത് അല്ലെ ലെവൽ എന്ന് പറയുന്നത്, നിങ്ങൾ 1600 മൈൽസ് കിലോമീറ്ററിൽ കറങ്ങണം. നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, പകല് കുറവാ അല്ലെ രാത്രി കുറവാ, അല്ലെങ്കിൽ നേരെ എത്ര പെട്ടെന്നാ പോകുന്നത് എന്നെല്ലാം നമ്മൾ പറയത്തില്ലേ. അതിനകത്ത് സ്വല്പം കഥയുണ്ട്. മറ്റൊന്നുമല്ല, ആ കറക്കത്തിന് അകത്തെ BP അഥവാ അകത്തെ പ്രഷർ, ജിയോ മാഗ്നറ്റിസിന് വ്യത്യാസം വന്നപ്പോൾ ഈ കറക്കവും മാറി. 2 മൂന്നാമത്തെ കാര്യമാണ് ഭൂമിയുടെ ടെമ്പറേച്ചർ. അതെല്ലാവർക്കും അറിയാം. ഗ്ലോബൽ വാർമിംഗ് നമ്മുടെ കേരളത്തിലൊക്കെ അല്ല, ഈ മാർച്ച് മാസമേ ആയുള്ളൂ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചൂട് കൂടി. അവിടെ 36 ഡിഗ്രി 37 ഡിഗ്രി ചൂടായി കഴിഞ്ഞു ഇന്നലെയെല്ലാം. അപ്പൊ ഈ 3 കാരണങ്ങളാൽ അന്ത്യകാലം അടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭയുടെ ഈ ലോകത്തിലെ ചരിത്രത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിന്റെ ഒടുവിലത്തെ പേജിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഇതാരെയും പേടിപ്പിക്കുകയാണെന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്തെ പൗലോസ്ലീഹ പറയുന്നു, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. പ്രധാനം. കാരണം എന്റെ പ്രതിവാദ വിഷയം സാത്താൻ സഭയെ തകർക്കുവാൻ യുഗാന്ത്യത്തിൽ ചെയ്യുന്ന 25ഓളം മിസൈലുകളെന്ന അലങ്കാര ഭാഷ പറയാം. അതാണ്. പക്ഷെ അത് പറയുന്ന ഇപ്പോഴല്ല, ഒടുവിലത്തെ ദിവസമേ നമുക്ക് ചിന്തിക്കാനൊക്കത്തുള്ളൂ. അതിന് മുൻപ് നമ്മൾ കയറി വരികയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിക്കും. വൃതന്മാരെ പോലും തെറ്റിക്കുവാൻ അവൻ ശ്രമിക്കുമെങ്കിൽ നമ്മൾ എത്ര കോഷ്യസ് ആയിട്ടിരിക്കണമെന്നറിയാമോ? അതുകൊണ്ട് ഈ ക്രൈസ്തവ സഭയുടെ ചരിത്രം പഠിക്കണമെങ്കിൽ അതിനു മുൻപേ നമ്മൾ അല്പം പുറകോട്ട് പോയെങ്കിൽ മാത്രമേ കാര്യം മനസ്സിലാകത്തുള്ളൂ. അല്പം പുറകിൽ കൂടി പോയി വിശാലമായിട്ട് പഠിക്കുമ്പോൾ, കർത്താവിന്റെ ദാസന് 4 ദിവസം തന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഈ 4 ദിവസം കൊണ്ട് ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാവും. കാരണം ഇസ്രായേൽ മക്കൾ ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം കട്ടക്കാൽമേലും കുറുമ്പടിമേലും പരട്ടി അതിന്റെ മാംസം കൈപ്പിച്ചിരിയോടെ ചുട്ടു തിന്ന് പെസഹ ആചരിച്ച ശേഷം അവർ അടിമ വീട്ടിൽ നിന്നും പുറപ്പെട്ടു വന്നു.
ഇത് നമുക്ക് ഒരു നിഴലല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്താൽ ഞാനും നിങ്ങളും പാപത്തിന്റെ അടിമയിൽ നിന്നും വിമുക്തരായി. അവരെ തെരഞ്ഞെടുത്തതുപോലെയല്ലേ നമ്മളെ തെരഞ്ഞെടുത്തത്? മോരിക്കുട്ടി 2 വാക്യം വായിക്കണം. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. അതുപോലെ തന്നെ 1 പത്രോസ് 2:9 വായിക്കാം. സുപരിചിതമാ, എങ്കിലും ആ കമ്പാരിസത്തിന് വേണ്ടി മാത്രം വായിപ്പിക്കുന്നതാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമാക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ വാക്ക് കേട്ടോ, നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യു ആർ സിലക്റ്റഡ്. ഇസ്രായേലിനോട് പറയുകയാണ്. ആവർത്തന പുസ്തകം 7 ഇനിയുണ്ട് വാക്യങ്ങൾ 14-നും 2 ഉണ്ട്, അത് എടുക്കണ്ട. ഈ ഒരു വാക്യം മതി. നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ പുതിയ നിയമസഭയെ കുറിച്ച് പറയുമ്പോൾ അതേ വാക്ക് വരുന്ന കണ്ടോണം. 1 പത്രോസ് 2:9. 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവും. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. 2 പത്രോസ് 1:10 വായിക്കണമേ സിസ്റ്ററെ. നോക്കിക്കേ, ഇവിടെയും പറയുന്നു തെരഞ്ഞെടുത്തു. എലക്ഷൻ അല്ല, സെലക്ഷനാ. തിരഞ്ഞെടുത്തു. നമ്മളെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് തിരഞ്ഞെടുത്തു. 2 പത്രോസ് 1:10 നോക്കിക്കേ. 2 പത്രോസ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. അവിടെയും പറയുന്നു നമ്മളുടെ തെരഞ്ഞെടുപ്പും വിളിയും ഉറപ്പാക്കണം. നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെങ്കിൽ അതിന് നിഴലായി തിരഞ്ഞെടുത്ത ഇസ്രായേലിന്റെ ചരിത്രം എല്ലാവർക്കും ബൈ ഹാർട്ടായെങ്കിലും ഞാനത് വേറൊരു പ്രത്യേക വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുക. ഇസ്രായേലിന്റെ ചരിത്രം പഠിപ്പിക്കുന്ന ദൈവദാസന്മാരാണ് ഇതിനകത്ത് നിൽക്കുന്നവരെല്ലാവരും ശ്രേഷ്ഠന്മാരാ. ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചു കഴിയുമ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവർ നേരിട്ട അറ്റാക്ക്, അതാണ് നമ്മുടെ വിഷയം. ആ ജനം നേരിട്ട സാത്താനിൽ നിന്നുള്ള അറ്റാക്ക് ഏത് വിധത്തിൽ വന്നു എന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ക്രൈസ്തവ സഭയ്ക്കിട്ട് അവൻ അടിക്കുന്ന അടി. ഏദൻ തോട്ടം മുതൽ ഇന്ന് വരെ അവൻ മനുഷ്യവർഗത്തിനെതിരായി നടത്തുന്ന അറ്റാക്കിൽ ഇസ്രായേൽ മക്കളുടെ നേരെ നടത്തിയ അവന്റെ അറ്റാക്ക്, അവരുടെ സ്ഥിതി ഇതെന്താണെന്ന് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് അവരുടെ 10 ഘട്ടങ്ങളായിട്ടൊന്ന് ചിരിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ 10 ഘട്ടങ്ങൾ. അപ്പോൾ അതിനോട് പാരലായി ദൈവസഭയുടെ 10 ഘട്ടങ്ങൾ. ഈ 2-10 പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും സാത്താൻ എത്ര തന്മയത്വത്തോടെയാണ് അവന്റെ ഭാഷയിൽ പ്രവർത്തിക്കുന്നത്. ഒടുവിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ അയക്കുന്ന, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ സാത്താന്റെ തന്ത്രമല്ല, അവന്റെ ഈ മിസൈൽ. നമുക്കിട്ട് അടിക്കുന്ന 25ഓളം മിസൈലുണ്ട്. ഇതിനെ ചെറുക്കുവാനുള്ള കൃപയും നമുക്കുണ്ട്. ഇത് ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇസ്രായേൽ മക്കളുടെ ചരിത്രം ഒത്തിരി പുറകോട്ട് നമ്മൾ പോകുന്നില്ല. ഇസ്രായേൽ മക്കൾ, ആ ജനത മുന്നോട്ട് വന്ന് ഏതാണ്ട് 30 ലക്ഷം പേർ നമുക്കറിയാം ഈജിപ്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. അവർ മോശയുടെ കീഴിൽ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ചു. അവരുടെ അവിശ്വാസ നിമിത്തം ആ തലമുറ ആരും വാഗ്ദത്ത നാട്ടിൽ കണ്ടില്ല, 2 പേരൊഴിച്ച്. എല്ലാവരും മരുഭൂമിയിൽ തീർന്നുപോയി. ഇത് 1 കൊരിന്ത്യർ 10 നമുക്ക് കാണാം, നമുക്കറിയാം. അവരെ നടത്തിയ മോശ പോലും പിസ്കാ മലമുകളിൽ വെച്ച് മരിക്കേണ്ടതായിട്ട് വന്നു. യഹോവയായ ദൈവം ഇറങ്ങി വന്ന് അവിടെ അവനെ അടക്കി എന്ന ആവർത്തന പുസ്തകം 34-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണാം. അതിനുശേഷം പുതിയ തലമുറ യോശുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത നാട് അവകാശമാക്കിയത് മുതലാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ബാക്കി പുറകോട്ട് പോകുന്നില്ല. നോക്കിക്കേ, ഈ പലസ്തീൻ എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ സ്വന്തം നാടല്ല, അവരുടെ പ്രോമിസ് ലാൻഡാ, വാഗ്ദത്ത നാടാ. പാലസ്തീൻ എന്ന് പറഞ്ഞാൽ പലസ്തീനയുടെ നാടെന്നാ. കനാൻ എന്ന് പറഞ്ഞാൽ കനാൻ ദേശം എന്ന് പറഞ്ഞാൽ കനാനികളുടെ നാടാ. എന്നാൽ അത് വാഗ്ദത്ത ദേശമായി യഹോവയായ ദൈവം ജാതികളെ മാറ്റി അവർക്ക് കൊടുത്തു. അപ്പോൾ മുതലാണ് ഉള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 1-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് യോശുവയുടെ നേതൃത്വത്തിൽ അവർ വാഗ്ദത്ത നാട്ടിൽ കയറിയ കാലമാണ്.
അന്നത്തെ ജനം പുതിയ തലമുറയാണെങ്കിലും അവരെ വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 വലിയ ക്വാളിറ്റി അവർക്കുണ്ടായിരുന്നു. 1 അനുസരണം, 2 വിശ്വാസം. ബലിഷ്ഠമായ വളരെ ശക്തിയായി നിർമ്മിച്ചിരുന്ന കോട്ടയാണല്ലോ യെരിഹോ കോട്ട. ആ കോട്ട ഇടിച്ചു നിരത്താതെ ആ കോട്ട താഴെ വീഴത്തക്കവണ്ണം യഹോവയായ ദൈവം പറഞ്ഞ ഒരു കാര്യം അവർ 2 വിധത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. 1, അവർ പൂർണ്ണമായി വിശ്വസിച്ചു. ഒരു സംശയത്തിനോർക്ക് ഒരു ദൈവദാസന്മാരും പ്രസംഗിക്കാനില്ല. യോശുവ പറഞ്ഞു, നിങ്ങൾ 7 വട്ടം ചുറ്റണം, 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റണം, അപ്പോൾ ആർപ്പിടണം, പട്ടണം വീഴും. ഒരുത്തരും സംശയിച്ചില്ല. നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞ ചെറുപ്പക്കാരും ആ മതിലെ തൊട്ടുപോലും നോക്കിയില്ല. നല്ല ബലമിഷ്ടമായ ഉയരമുള്ള മതില്, അതിന്റെ മുകളിൽ ആൾപാർപ്പുണ്ടായിരുന്നൊക്കെ നമുക്കറിയാമല്ലോ. ആ മതിലിനെ അവർ പൂർണ്ണമായിട്ട് യഹോവ യോശുവയിൽ കൂടി കുറഞ്ഞ വചനം വിശ്വസിച്ചു. 2 അനുസരിച്ചു. ഓരോ പ്രാവശ്യം ചുറ്റാൻ പറഞ്ഞു, ഓരോ പ്രാവശ്യം ചുറ്റി. ഒടുവിലത്തെ ദിവസം പറഞ്ഞു 7 റൗണ്ട് ചുറ്റാൻ. അത് 6 ആക്കിയില്ല, 9 ആക്കിയില്ല, 8 ആക്കിയില്ല, 7 ആക്കി. ആർപ്പിടാൻ പറഞ്ഞു, ആർപ്പിട്ടു. പട്ടണം വീണു. പട്ടണം എങ്ങോട്ടാ? എല്ലാ മതിലുകളും ഏത് കാറ്റത്തോ ഏത് പ്രകൃതിക്ഷോഭത്തിലോ മതിലിടിഞ്ഞാൽ വെളിയിലോട്ടേ വീഴത്തുള്ളൂ. ഈ മതിലിടിഞ്ഞ് വീണത് അകത്തോട്ടാ. ദൈവത്തിന്റെ കരുതൽ കണ്ടോ? ഈ കൂറ്റൻ കല്ലുകൾ വെളിയിലോട്ട് വീണാൽ ചുറ്റിയവർ വീഴും. അത് വരാതിരിക്കാൻ ആ മതിലെ അകത്തോട്ട് വീഴിച്ചു. അകത്തോട്ട് വീഴിച്ച് പട്ടണം പിടിച്ചെടുത്തു. അവരുടെ വിശ്വാസം, അവരുടെ അനുസരണം. പക്ഷെ സാത്താൻ പ്രവർത്തിച്ചു. അതാണ് അവന്റെ അറ്റാക്ക് തുടങ്ങിയത്. കണ്ടോ? അവന്റെ അറ്റാക്ക് തുടങ്ങി. ഈ പട്ടണം ശപഥാർപ്പിതമാണ്, ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞപ്പം ഒരാഹാനെ കണ്ടുപിടിച്ചു. ഇല്ലേ? ഒരാഹാനെ കണ്ടുപിടിച്ചു. അവൻ അതിൽ നിന്നും മോട്ടിച്ചെടുത്തു, അല്ലെങ്കിൽ ഒതിച്ചു വെച്ചു. തൽബലമായി അടുത്ത പട്ടണത്തിലേക്ക് പോയപ്പോൾ ഗൗരവം കുറഞ്ഞു, നിസ്സാരമെന്ന് തോന്നി. ഇതൊക്കെ ക്രൈസ്തവ ജീവിതത്തിൽ വരുന്നതാ. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ചെറിയ പ്രശ്നം വരുമ്പോൾ ഈസി ആയിട്ട് നോക്കും. അടുത്ത പട്ടണം വന്നപ്പം പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് പിടിക്കാൻ, പിന്നെ അതാണോ, ഞങ്ങൾ കുറച്ചുപേര് പോയാൽ മതി, ബാക്കി ഇവിടെ നിൽക്കാൻ പറഞ്ഞു. നമുക്കറിയാം, എല്ലാവരും ആ പട്ടണത്തിൽ തകർന്നുപോയി. ആദ്യത്തെ 1-ാമത്തെ ഘട്ടം അതാണ്. യെരിഹോ വാഗ്ദത്ത നാട്ടിൽ കയറി. അവർ അനുസരിച്ചു, അവർ വിശ്വസിച്ചു. അതോടൊപ്പം സാത്താൻ തന്മയത്വമായിട്ട് ചെയ്തു. നിങ്ങളെ ഞാൻ ഈ പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. ഓരോ കാലഘട്ടത്തിലും സാത്താൻ അവരുടെ മേൽ നടത്തിയ അക്രമത്തെ അല്ലെങ്കിൽ കയ്യേറ്റത്തെ, അവരിൽ സംഭവിപ്പിച്ച പരാജയത്തെ പറയുന്നത് നമ്മുടെ ക്രീം അല്ലെ നമ്മുടെ വിഷയം ദൈവസഭയാണ്. ദൈവസഭ അഥവാ ദൈവമക്കൾ വ്യക്തികളായും കുടുംബമായും സഭയായും നേരിടുന്ന അറ്റാക്ക് എന്താന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ 1-ാമത്തെ ഘട്ടം കഴിഞ്ഞു. 2-ാമത്തെ ഘട്ടത്തിലേക്ക് വരുന്നതാണ് ന്യായാധിപന്മാരുടെ കാലം. ആ ന്യായാധിപന്മാരുടെ കാലത്ത് ഇവരെ ഭരിക്കുവാൻ ദൈവം തമ്പുരാൻ ശ്രേഷ്ഠന്മാരായ വീരന്മാരെയും വീരകളെ എഴുന്നേൽപ്പിച്ചു. അവിടെ ഇവിടെ ചെതറിക്കിടന്ന ഫെലിസ്ത്യരും മിദ്യാന്യർ തുടങ്ങിയവരെ തകർത്ത് തരിപ്പണമാക്കി. അങ്ങനെ ഇസ്രായേൽ മുന്നേറിയപ്പോൾ സാത്താൻ അവിടെയും പ്രവർത്തിച്ചില്ലേ? വീരന്മാരിൽ വീരനായിരുന്ന ശിംശോനെ ശരിക്ക് കയ്യിലെടുത്തില്ലേ? ചിന്തിച്ചു നോക്കിക്കേ, അവന്റെ അറ്റാക്ക് കണ്ടോ? വീരന്മാരിൽ വീരനായിരുന്ന ശിംശോൻ, അവനെ ശരിക്ക് കയ്യിലെടുത്തു. അങ്ങനെ ന്യായാധിപന്മാരുടെ കാലത്ത് ന്യായാധിപന്മാർ നടത്തുന്നു എങ്കിലും അവിടെയും അവൻ പ്രവർത്തിച്ചു. അപ്പൊ മുമ്പിൽ നിൽക്കുന്നവരെ എവിടെ വീക്ക്നെസ് ഉണ്ടെന്ന് നോക്കി അതിൽ വീഴിക്കുവാൻ ബിരുദനാണ് സാത്താൻ. 2-ാമത്തെ ഘട്ടം. 3-ാമത്തെ ഘട്ടമാണ് അതിപ്രധാനമായ ഒരു കാര്യമാണ്. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച ഒരു ധാർമ്മികമായ ഒരു വീഴ്ചയാ. കാരണം അവരെ ജാതികളെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കി. 1 ശമൂവേൽ 8:7 എന്ന് വായിച്ച് അവർ പറയുന്നു, ശമൂവേലിനോട് പറയുന്നു, നീ പ്രായമായി, അങ്ങനെയൊക്കെ കാര്യം ശരി, ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ തരണം. കർത്താവ് കൊടുത്ത ഉത്തരം ഇത് കേട്ടപ്പോൾ ശമൂവേലിന് വളരെ ദുഃഖം. ഉടനെ എന്താണ് യഹോവയായ ദൈവം പറഞ്ഞത്? 1 ശമൂവേൽ 8:7 വായിക്കാം. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും
അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, ഇത് നമുക്കൊരു വലിയ സാധന പാഠമാണ്. ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം അവർ എന്നെ ത്യജിച്ചു. വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭയെ നയിക്കേണ്ടതും ഭരിക്കേണ്ടതും ദൈവമാ, പരിശുദ്ധാത്മാവാ. അതാണ് തിയോക്രസി എന്ന് പറയുന്നത്. ഡെമോക്രസി സെക്കുലർ ലോകത്തിനാ. നമുക്ക് വേണ്ടത് ദൈവീക ഭരണമാ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് നൽകിയിരിക്കുന്ന എന്തിനാ? എല്ലാ കാര്യങ്ങളിലും സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ചില സത്യങ്ങളിലല്ല, സകല സത്യങ്ങളിലും വഴി നടത്താനാ. നോക്കിക്കേ, അവര് പറയുക ജാതികൾക്ക് രാജാവുണ്ട്. അന്ന് സാത്താൻ തുടങ്ങിയ പരിപാടിയാണ് ജാതികളെ ഇമിറ്റേറ്റ് ചെയ്യുക. ജാതികൾക്ക് രാജാവുണ്ട്, രാജികൾക്ക് അവരുടെയുണ്ട്. ഇതാരാ? തെരഞ്ഞെടുക്കപ്പെട്ടവരാ. അവരുടെ തെരഞ്ഞെടുപ്പിന്റെ മഹത്വം അവർ മറന്നു. They forgot. എന്താണ് അവരുടെ തെരഞ്ഞെടുപ്പിന്റെ മഹത്വം? അത് അവരങ്ങ് മറന്നു. അവർ പറയാണ്ട് അപ്പുറത്തെ ജാതിക്ക് രാജാവ്, ഇപ്പുറത്തെ രാജിക്ക് രാജാവ്, രാജ്ഞി, എഴുന്നള്ളത്തെ ഞങ്ങൾക്കും വേണം. ഇത് നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ മഹത്വം നമ്മൾ മറന്നാൽ സംഗതി കുഴയും. തെരഞ്ഞെടുപ്പിന്റെ ഒരു മഹത്വമുണ്ട്. ഇത് 100 വർഷത്തേക്കോ 1000 വർഷത്തേക്കോ കോടി വർഷത്തേക്കോ അല്ല, നിത്യതയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മളെ എടുത്തിരിക്കുന്നത്. സെലക്ഷൻ ഫോർ ഇറ്റേർണിറ്റി, നിത്യതയ്ക്കാ. അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിനെ വേണം. ശമൂവേലിന് സങ്കടമായെങ്കിൽ യഹോവ പറഞ്ഞു കൊടുത്തേക്കാൻ പറഞ്ഞു രാജാവിനെ. നമുക്കറിയാം 1000-ൽ പരം വർഷം ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടം. രാജാക്കന്മാർ എഴുന്നേറ്റു, അവരവരുടെ കാര്യങ്ങൾ നോക്കി, സ്വാർത്ഥരായി, മ്ലേച്ഛരായി, വൈരാഗ്യമുള്ളവരായി, വഴക്കും കലഹവുമായി, ചെല്ലുന്നിടത്തെല്ലാം പരാജയം. ജാതികളുമായിട്ട് കൂട്ടിയടിച്ചു, അവരുമായിട്ട് പരാജയം. മാത്രമാണോ? നിങ്ങൾക്കും ചരിത്രം എന്നേക്കാൾ അറിയാം. 2 രാജ്യമായിട്ട് മാറിയില്ലേ? ഇസ്രായേൽ സഭ 2 രാജ്യമായിട്ട് മാറിയില്ലേ? ഇതൊക്കെ തന്നെയല്ലേ ഇന്ന് സഭയ്ക്കിട്ട് ചെയ്യുന്നത്? സഭയെ പിളർത്തുന്നില്ലേ? 2 രാജ്യമായിട്ട് മാറിയില്ലേ? വടക്കേ രാജ്യം, തെക്കേ രാജ്യം എന്ന് പറഞ്ഞ് 2 രാജ്യമായിട്ട് മാറിയില്ലേ? മാത്രമാണോ? എന്തെല്ലാം ദുഃഖകരമായ സംഭവങ്ങളാണ് നടന്നത്. എന്നാൽ അവിടെയും ആ കാലത്തും അത് 3ാമത്തെ ഘട്ടമാണ് ഞാൻ പറയുന്നത്. 1ാമത്തെ ഘട്ടം യോശുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത നാട് പിടിച്ചെടുത്തത്. 2ാമത്തെ ഘട്ടം ന്യായാധിപന്മാരുടെ കാലം. 3ാമത്തെ ഘട്ടമാണ് ഞാൻ പറയുന്നത്. 3ാമത്തെ ഘട്ടത്തിൽ ദുഃഖകരമായ സംഭവങ്ങളാണ്. രാജാക്കന്മാർ അവർ ഭക്തിയില്ലാത്തവരായി. രാജാക്കന്മാർ വിജാതീയ സ്ത്രീകളെ, രാജ്ഞിമാരെ വിവാഹം കഴിക്കുന്നു. ദുഃഖകരമല്ലേ? എല്ലാവിധമായ വിജാതീയ ബന്ധങ്ങളിലും ഏർപ്പെടുന്നു. വിജാതികളുടെ വിഗ്രഹങ്ങളെ കയറ്റുന്നു, പൂജാഗിരികളെ കൊണ്ടുവരുന്നു. സകലവിധമായ ദൈവം വെറുക്കുന്ന കാര്യങ്ങളും രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ചെയ്തു. ആ കാലഘട്ടത്തിലും ദൈവത്തിന്റെ സ്നേഹം നോക്കിക്കേ. എത്രയോ പ്രവാചകന്മാരെ അവരുടെ ഇടയിൽ അയച്ചു. എത്ര നമ്മുടെ ഒരേ സമയത്ത് ഇസ്രായേലിന്റെ അന്നത്തെ കാലം, സഭയുടെ ഇന്നത്തെ കാലം കൂടെ ഓർത്തോണം. എത്ര പ്രവാചകന്മാരെ മുന്നറിയിച്ചു കൊടുത്തു. അവരെയൊക്കെ എന്തെല്ലാം വിധത്തിലാണ് ഉപദ്രവിച്ചത്. അതല്ലേ കർത്താവ് പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ, നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ പ്രവാചകന്മാരെ നീ കൊന്നു ഇല്ലേ? ദൈവത്തിന്റെ സ്നേഹം എന്നിട്ടും അവരെ മാടി വിളിച്ചു. അവരെ നശിപ്പിക്കാതെ മുന്നറിയിപ്പുകൾ കൊടുക്കുന്നു, അടയാളങ്ങൾ കൊടുക്കുന്നു, വരൾച്ച അയക്കുന്നു. ഇതൊന്നും അവർക്ക് അങ്ങോട്ട് യേശുന്നില്ല. അവർ വീണ്ടും ഈ രാജാക്കന്മാരുടെ ഭരണത്തിൽ അവർ തകർന്ന് തരിപ്പണമായി. അതാണ് 3ാമത്തെ കാലഘട്ടം. 1 വാഗ്ദത്ത നാട്ടിൽ കയറിയത്, 2 ന്യായാധിപന്മാരുടെ കാലഘട്ടം, 3 രാജാക്കന്മാരുടെ കാലഘട്ടം. ധാർമ്മികമായും എല്ലാ വിധത്തിലും അധപ്പതിച്ചു. ഒരു സെപ്പറേഷന്റെ ക്ലാരിറ്റി അവരിൽ നിന്നും പോയി. വളരെ ശ്രദ്ധിച്ചാൽ കാണാം. ഈ പ്രവാചകന്മാരൊക്കെ കരയുന്നത് കണ്ടില്ലേ? അവരുടെ വിലാപമാണല്ലോ പ്രവചന പുസ്തകത്തിൽ കാണുന്നത്. ദൈവം അയച്ച പ്രവാചകന്മാരുടെ വിലാപമല്ലേ അതെല്ലാം. ഏതെല്ലാം വിധത്തിൽ അവർ വിലപിക്കുന്നു, മുന്നറിയിപ്പ് കൊടുക്കുന്നു, അവരെ എല്ലാം ഉപദ്രവിക്കുന്നു. അതെന്താ? ഇതിന്റെ എല്ലാ പുറയിൽ മാസ്റ്റർ പ്ലാൻ തിന്മയുടെ ശക്തിയാകുന്ന സാത്താനാ. അവൻ അന്ന് മുതൽ തുടങ്ങിയ അറ്റാക്കാ. അങ്ങനെ തകർന്ന് തരിപ്പണമായി എല്ലാവിധത്തിലും തീർന്നപ്പോഴാണ് ഒരു നിവൃത്തിയുമില്ല. എന്നിട്ടും ദൈവം തമ്പുരാൻ പറഞ്ഞു, നിങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കഷ്ടത വരുന്നു.
അതും കൂട്ടാക്കിയില്ല. അങ്ങനെ 4-ാമത്തെ സിസ്റ്റത്തിലേക്ക് പ്രവേശിച്ചു. 4-ാമത്തെ സിസ്റ്റമാണ് പ്രവാസകാലം. പ്രവാസകാലത്തിലേക്ക് പോയി. ഒരിക്കൽ അടിമത്തത്തിൽ നിന്നും വന്നവരാ, അവരത് കൊട്ടിഘോഷിക്കുന്നവരാ. ഞങ്ങളെ ഈജിപ്തിൽ അടിമത്തിൽ നിന്ന് വിടുവിച്ചതാണ്, ഞങ്ങൾ ആർക്കും അടിമ, അവരുടെ ആ ഭാഷ കണ്ടോ, ഞങ്ങൾ ആർക്കും അടിമകളല്ല. കർത്താവിനോട് പോലും പറഞ്ഞു ഞങ്ങൾ ആർക്കും ദാസന്മാരൊന്നുമല്ല. അപ്പൊ പാപത്തിന്റെ ദാസന്മാരായിട്ടിരിക്കുക. എന്നിട്ടും കർത്താവിനോട് പോലും പറയാ ഞങ്ങൾ ആർക്കും ദാസന്മാരല്ല എന്ന് പറഞ്ഞ് മേനി പറഞ്ഞവരെ അസീറിയൻസ് കൊണ്ടുപോയി. 2 ഗോത്രത്തെ, ബാക്കി 10 ഗോത്രത്തെ ബാബിലോണ്യരും കൊണ്ടുപോയി. അങ്ങനെ അവിടെ ചെന്നപ്പെടുത്തിയ അവരുടെ കഷ്ടം കണ്ടോ. എല്ലാവിധമായ സ്വാതന്ത്ര്യവും പോയി. മേന്മ പറഞ്ഞവരും മിടുക്ക് പറഞ്ഞവരും എല്ലാം സാത്താൻ സന്തോഷിക്കുക. അവിടെ ചെന്ന് ഏറ്റവും ഹീനമായ ജോലികൾ ചെയ്യണം. ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യമില്ല. ആ വിജാതീയ നേതൃത്വങ്ങളുടെ കീഴിലുള്ള ദണ്ഡനം അനുഭവിച്ചു. ഏറ്റവും ദുഃഖകരം, തലമുറകളെ യാതൊന്നും പഠിപ്പിക്കാൻ സാധിക്കാതെ ആ തലമുറകൾ അന്ധകാരത്തിലായി. അവരുടെ തലമുറകളും ഈ മണ്ണുവേലയ്ക്കും കഠിന ജോലികൾക്ക് ഏർപ്പെട്ടു. അങ്ങനെ പ്രവാസത്തിൽ അവർ പോയി. ആ പ്രവാസകാലത്തിൽ അവർ പോയപ്പോഴും ദൈവത്തിന്റെ കരുണ നോക്കിക്കേ, പ്രവാചകന്മാരെ ആ കൂടെ വിട്ടു. പ്രവാചകന്മാരെ കൂടെ വിട്ടു. എന്നാലെങ്കിലും അവർ പറഞ്ഞൊന്നും കേൾക്കണ്ടേ? കേട്ടില്ല. അങ്ങനെ ആ 4-ാമത്തെ കാലഘട്ടം അതാണ്. ഏറ്റവും ഭയങ്കരമാണ് പ്രവാസകാലം. 5-ാമത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് വരാം. 5-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രവാസത്തിൽ നിന്നും വിടുതലുണ്ടാകും. ആ പ്രവാസത്തിൽ പോയതിനകത്ത് നല്ല ഭക്തന്മാരും ഉണ്ട് അക്കാലത്തെ. ഇന്നും നോക്കിക്കേ, എല്ലായിടത്തും നല്ല മനസാക്ഷിയുള്ള ദൈവമക്കൾ ഇല്ലേ സഭകളിൽ? അന്നും ഭക്തന്മാരുണ്ട്. ദാനിയേൽ പ്രവാസത്തിൽ പോയ ചെറുപ്പക്കാരനാ. പക്ഷെ ദാനിയേലിന്റെ ക്വാളിറ്റി കണ്ടോ? അത്രയും ദൂരെ പോയപ്പോഴും അദ്ദേഹം പ്രവാസിയാ, ഒരടിമയാ. പോയപ്പോഴും അന്ന് ലഭ്യമായ വചനവുമായി അദ്ദേഹം പോയത്. അന്ന് അവൈലബിൾ ആയിട്ടുള്ള വചനവുമായി പോയി. അദ്ദേഹം അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത്, എന്താ ഇത് 70 വർഷത്തേക്കേ ഉള്ളതിന്റെ ഡ്യൂറേഷൻ. വായിച്ചാട്ടെ, യെരമ്യാ പ്രവചനം 25:11 വായിച്ചേ മേർക്കുട്ടി. 25:11. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ പ്രവാചകനെ അത് വായിക്കുമ്പോ മനസ്സിലായി ഈ പ്രവാസം 70 വർഷമേ ഉള്ളതെന്ന്. അപ്പൊ അത് ഏതാണ്ട് തീരാൻ പോവുക. ആ ടൈം തീരുന്ന കാലത്താ. അതുകൊണ്ടാണ് അദ്ദേഹം ശക്തമായ ഉപവാസം എടുത്തത്. ശക്തമായ ഉപവാസം എടുത്ത് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് എന്നറിയാനായിട്ട് ഉപവാസം എടുത്തപ്പോഴാണ് സുപ്രസിദ്ധമായ, നമ്മൾ ചിന്തിക്കുന്നതും പഠിക്കുന്നതുമായ ആ സുപ്രസിദ്ധമായ 70 ആഴ്ചവട്ടങ്ങളുടെ മർമ്മം ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ആ 490 വർഷം എന്ന് പറയുന്ന ആ മർമ്മം അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം അവരോട് പറഞ്ഞു, വിടുതൽ ഉടനെ ഉണ്ട്, നമ്മളെ ഉടൻ വിടുതലെടുക്കും എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് അവർക്ക് ഓർഡർ കിട്ടി. ആ ഓർഡറെ, നിങ്ങൾക്ക് പോയി വാഗ്ദത്തം, നിങ്ങളുടെ സ്വന്തം നാട്ടിൽ പോകേണ്ടിയവർക്കെല്ലാം പോകാം, പോയി ദേവാലയം പണിയാം, അതിനുള്ള ഒത്താശകൾ ചെയ്തു തരാം എന്ന് പേർഷ്യൻ രാജാവായ സൈറസിന്റെ ഓർഡർ കിട്ടി. 5-ാമത്തെ നോക്കുകയാണ്, അടിമകാലത്തിന്റെ അവസാനം സൈറസിന്റെ ഓർഡർ കിട്ടിയപ്പം 2 സംഭവങ്ങളാണ് നടന്നത്. ഒരു നല്ല വിഭാഗം പോയി, ഒരു വിഭാഗം പോയില്ല. അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇനി പോകണ്ടെന്ന് പറഞ്ഞ് അതേ അടിമത്തത്തിൽ തുടർന്നു. എല്ലാ യഹൂദന്മാരും പോയില്ല. ആ സാത്താന്റെ ആ സ്വാധീനത കണ്ടോ? എല്ലാവരും പോയില്ല. അവരിൽ ഒരു വിഭാഗം അവിടെ തുടർന്നു. അവിടെ പച്ച പിടിച്ചവരും അവിടെ വേരിറങ്ങി, അവിടെ കല്യാണം കഴിച്ചു, അവിടെ വെന്തുതയായി. അങ്ങനെയുള്ള ഒരു നല്ല വിഭാഗം അവിടെ അങ്ങ് തമ്പടിച്ചു. അവര് പോയില്ല. ഒരു ന്യൂനപക്ഷം പോയി. അവര് പോയി ദേവാലയമൊക്കെ പണിതു. ദേവാലയം പണിത് യാഗമൊക്കെ തുടങ്ങിയെങ്കിലും പഴയ ആചാരങ്ങളൊന്നും അവർ കളഞ്ഞില്ല, അതും കൊണ്ടു നടന്നു. 5-ാമത്തെ ഘട്ടം, ഈ സാത്താൻ പ്രവർത്തിക്കുന്ന ആ പ്രവൃത്തിയുടെ ശക്തി നിങ്ങൾ നോക്കണം. പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇതിന് സമാന്തരമായിട്ട് വരുന്നത്. ഇത് പറയാനായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ എടുക്കുന്നത്. 5-ാമത്തെ കാലഘട്ടത്തിൽ നിന്ന് അടിമത്തത്തിൽ ഞങ്ങളെ കർത്താവ് രക്ഷിച്ചു, ഇനി നമുക്ക് നാട്ടിലേക്ക് പോയേക്കാം എന്നൊരു ചിന്തയല്ല. ഒരു നല്ല വിഭാഗം അവിടെ തുടർന്നു. അവർക്ക് പറയാനുള്ളത് വേൾഡി ടൈഡിങ്സ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ കല്യാണം കഴിപ്പിച്ചു, ഞങ്ങൾക്കിവിടെ വസ്തുക്കളുണ്ട്, ഞങ്ങൾക്കിവിടെ ജോലിയുണ്ട്, ഞങ്ങൾക്കിവിടെ സമ്പാദ്യമുണ്ട്, ഞങ്ങൾ ഇനി വാഗ്ദത്ത നാട്ടിൽ വരുന്നില്ല.
പണ്ടിതൊന്ന് പറഞ്ഞത് ആ രൂപേര്യരും ഗാദ്യരും സമ്പാദ്യമൊന്നും ഉണ്ടായിട്ടല്ല. അവർ പറഞ്ഞത് ആ പച്ചപ്പുല്ലും കണ്ടപ്പോ നമുക്കറിയാം ആവർത്തന പുസ്തകത്തിൽ ആ ഗിലെയാദ് ദേശത്തിലെ നല്ല ഗ്രീനറിയും അവിടുത്തെ ആ നീരൊഴുക്കും കണ്ടപ്പോ പറഞ്ഞു, ഇതിനേക്കാൾ അപ്പുറം ഞങ്ങൾക്ക് വാഗ്ദത്ത നാട് വേണ്ടെന്ന്. അതിന്റെ പതിപ്പാണ് ഇവിടെ പിന്നെയും വരുന്നത്. അതിന്റെ പതിപ്പ് ഇവിടെ വരിക. എന്താ, എല്ലാവരും പോകുന്നില്ല, അവിടെ അടിച്ചുകൂടി. ഒരു വിഭാഗം പോയി. അതിൽ ഭക്തന്മാരുടെ നേതൃത്വത്തിലാണ് ദേവാലയം പണിതു, ആരാധന പുനഃസ്ഥാപിച്ചു. പക്ഷെ അവിടെയും ജനത്തിനൊരു മാനസാന്തരമില്ല, പബ്ലിക്ക് മനസാന്തരമില്ല. ഇന്ന് നോക്കിക്കേ, ക്രൈസ്തവ സഭയിൽ സംഭവിക്കുന്ന ഒരു വലിയ കുഴപ്പം ഇതാണ്. ലോകത്തിന്റെ ആ മനോഹരത കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇത് മതി എന്ന് നമ്മളിലും ഒരു നല്ല വിഭാഗം ചിന്തിക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പിന്നീട് ചിന്തിക്കും. എങ്കിലും ഞാൻ പറയുകയാണ്, ഇത് ഈ ഒരേ പാറ്റേണിലാണ് സാത്താൻ ആക്രമിക്കുന്നത്. അവന്റെ ലക്ഷ്യം, നമ്മളെക്കുറിച്ചുള്ള അവന്റെ ലക്ഷ്യം നമ്മുടെ നിത്യത കളയണം. ഇസ്രായേലിനെ കുറിച്ചുണ്ടായിരുന്ന അവന്റെ ലക്ഷ്യം അവരെ തകർക്കണം. രണ്ടും ഒരേ എയിമിലാണ് അവൻ വരുന്നത്. ഇസ്രായേലിനെ കുറിച്ചുള്ള അവന്റെ ലക്ഷ്യം അവരെ തകർക്കണം. നമ്മളെ കുറിച്ചുള്ള ലക്ഷ്യം നമ്മുടെ നിത്യത കളയണം. കാലം പുരോഗമിക്കുന്നു, എല്ലാം ശരിയാ. ആ വചനത്തിന്റെ മർമ്മങ്ങൾ കൂടുതൽ വെളിപ്പെട്ട് കിട്ടുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാനിപ്പോ ഇടയ്ക്കം കയറി പറയുക, ഇത്രയും വചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടിയ ഒരു തലമുറ ക്രൈസ്തവ ലോകത്തിലില്ല. പിന്നീട് ചിന്തിക്കാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു അലസത? അപ്പൊ മനസ്സിലായോ, പുറകിൽ ഒരു കണ്ണി ഉണ്ടെന്ന്. ഇതുപോലെ വചനം വെളിപ്പെട്ടിയ ഒരു കാലം ഉണ്ടായിട്ടില്ല ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ. ഞാൻ ആ അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറയുക ഇതിനോടനുബന്ധിച്ച്. എന്നിട്ടും ക്രൈസ്തവ ഇത്രയും വചനം വെളിപ്പെട്ട് കിട്ടിയിട്ടും വളരെ സ്ലോ എല്ലാ കാര്യത്തിലും. എന്താ, അപ്പൊ മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ ആ പ്രലോഭനം എത്ര വലുതാണ്. അങ്ങനെ 5ാമത്തെ കാലഘട്ടവും പ്രവാസത്തിന് കഴിഞ്ഞു പോന്നു. അവന്റെ സംസ്കാരമായിട്ട് അവനും വന്നു. 6ാമത്തേതാണ് അടുത്ത കാലഘട്ടം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലം. ഇസ്രായേൽ മക്കളുടെ ഈ ചരിത്രത്തിൽ ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. 6ാമത്തെ കാലഘട്ടമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലം. വളരെ വ്യത്യസ്തമായ പ്രസംഗം. കർത്താവിന്റെ മുന്നോടിയായിട്ട് യോഹന്നാൻ സ്നാപകൻ വന്നു. അതുവരെ കേട്ടിട്ടില്ലാത്ത പ്രസംഗമാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യോഹന്നാന്റെ പ്രസംഗം, കർത്താവിന്റെ പ്രസംഗം അതിനോട് ഈക്വലാ. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു രക്ഷകനാണെന്ന് മതനേതാത്വം അറിയാം. ഇനിയും ഈ പ്രവാസകാലത്തിൽ യേശു രക്ഷകനാണെന്ന് അവർക്കറിയാം, മഹാപുരോഹിതന്മാർക്കറിയാം. കാരണം നമ്മളിത് ചിന്തിച്ചിട്ടുള്ളതാണെങ്കിലും അന്ന് കേട്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കും ഒന്ന് ഉണർത്താൻ പറയുന്നതാ. യേശുവിനെ കുറിച്ചുള്ള സകല ചരിത്രങ്ങളും ഇവർക്കറിയാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം. അക്കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് പറഞ്ഞു. ഈ പ്രവാസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മഹാപുരോഹിതന്മാരുടെ പരീശ മതവും ദുരുപദേശമുള്ള സദൂക്യരുടെ മതവും ഒരുപോലെ കയറിയിങ്ങി വന്നു. പുനരുദ്ധാനമില്ലെന്ന് പറയുന്ന ഒരു കൂട്ടരും, പരീശന്മാർ വെറും പ്രവൃത്തിയില്ലാത്ത ഭക്തിയുള്ള ഒരു കൂട്ടരും ജനത്തെ നിയന്ത്രിക്കാൻ വന്നു. സാത്താന്റെ ടെക്നോളജിയാ. പ്രവാസത്തിന് ശേഷം പ്രധാനമായിട്ട് അവൻ ചെയ്തൊരു ടെക്നോളജി, ജനത്തെ തന്മയത്വമായി അമങ്കിലേക്ക് അടുപ്പിക്കാൻ ഈ 2 കൂട്ടരെ കൊണ്ടുവന്നത്. ആരാ? ഈ സാധൂക്കരെ, പരീശന്മാരെയും കൊണ്ടുവന്നു. അവർ പരീശന്മാർക്ക് സാധുക്കൾക്ക് വചനമറിയാം, ശാസ്ത്രിമാർക്ക് വചനമറിയാം. ശാസ്ത്രിമാരുടെ പരിപാടി തന്നെ പ്രവചനങ്ങളെ പകർത്തി എഴുതി കൊടുക്കുക എന്നുള്ളതാ. അവരുടെ ഫുൾ ടൈം ജോലി അത്. അവർക്കിതറിയാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ആ വായിച്ച മേൽക്കുട്ടി സൗരി, മത്തായിയുടെ സുവിശേഷം 3. യേശു മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം. അക്കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യ 3-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം. അതാ വായിച്ചു. യേശു ഹെരോദാവിന്റെ കാലത്തെ യേശു ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ കിഴക്ക് നിന്നും വിദ്വാൻമാർ വന്ന് ഒരു ചോദ്യം ചോദിക്കുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ആരോടാ ചോദിക്കുന്നത്?
ഹെരോദാവിനോട് ചോദിക്കുകയാണ്, രാജാവായി പറഞ്ഞവടെ. കാരണം രാജാവ് ജനിക്കുന്നത് രാജഗൃഹത്തിലാ. അതുകൊണ്ടാണ് അവിടെ വന്നപ്പം ബെത്ലഹേമിൽ വന്നപ്പോൾ നക്ഷത്രത്തിന്റെ മൂവ്മെന്റ് നിന്നു. അപ്പോൾ രാജാവ് എവിടെയാ ചെന്ന് ചോദിച്ചു. നമുക്ക് ആ വാക്യം അറിയാം. ഹെരോദാവ് അത് കേട്ടിട്ട് പേടിച്ച് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശ്രേഷ്ഠന്മാരെയും വിളിച്ചു ചോദിച്ചു. ചോദ്യം എന്നാണെന്നറിയാവോ? യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവൻ എവിടെയെന്നാ. പക്ഷേ ഹെരോദാവ് ചോദിച്ചത് അങ്ങനെയല്ല, ക്രിസ്തു എവിടെ ജനിക്കുമെന്നാ. നോക്കിക്കപ്പോ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ക്രിസ്തു വരുമെന്ന്. ക്രിസ്തു എവിടെ നിന്ന് ജനിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇവർക്കൊരു സംശയവുമില്ല. അവര് പറഞ്ഞ ഞങ്ങൾക്കറിയാം ബേത്ലഹേമിലാ. കാരണം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. മീകാപ്രവചനം 5-ാം അധ്യായത്തിൽ, നീയോ ബേത്ലഹേമേ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, നിന്നെ മേയിക്കാനുള്ളവൻ അവിടെ നിന്ന് വരും. അതുകൊണ്ട് ഈ ജനിച്ചത് സാധാരണ ജനനമല്ലെന്നും കന്യക ഗർഭിണിയായി പ്രസവിക്കുമെന്ന് 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാവ് 7:14 പറഞ്ഞത് അവർക്കറിയാം. ഒരു കന്യക ബേത്ലഹേമിൽ പ്രസവിച്ചാൽ അത് യഹൂദന്മാരുടെ വിടുതലിന് വരുന്ന രാജാവാണെന്നറിയാം. അതുകൊണ്ടുമായില്ല. യെരമ്യാവ് 31:15 700 വർഷം മുമ്പ് പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ അതിന്റെ റിയാക്ഷനായി കുഞ്ഞുങ്ങളെ കൊല്ലും. മൂന്നാമത്തെ കാര്യം, ഇതും അവർക്കറിയാം. ആ കുഞ്ഞുങ്ങളെയൊക്കെ തല വെട്ടുമ്പോൾ ഇവർക്കറിയാം അതെ അപ്പോൾ ജനിച്ചിരിക്കുന്ന ഒരു സാധാരണ ജനനമല്ല, പ്രവചനത്തിന്റെ നിവൃത്തി. 5 കാര്യങ്ങളാ യേശുവിനെ കുറിച്ച് അവർക്കറിയാമായിരുന്ന. പ്രധാനമായി ഒന്ന്, ബേത്ലഹേമിൽ ജനിക്കും. രണ്ടാമത്തെ കാര്യം നോക്കിക്കോണം, ഇവൻ ഹെരോദാവിനെ ഭയപ്പെട്ട് ഇവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകും. അതും അവർക്കറിയാം. ഹോശയ്യാ പ്രവചനം 11:1 സമയം ലാഭിക്കാൻ ഞാൻ വായിപ്പിക്കുന്നില്ല. ഈജിപ്തിൽ നിന്നും എന്റെ മകനെ ഞാൻ വിളിച്ചു വരുത്തി എന്ന് എഴുതിയിട്ടുണ്ട്. അതും അവർക്കറിയാം. കുഞ്ഞുങ്ങളെ ചോപ്പ് ചെയ്യുമെന്നും അറിയാം. ഇതുകൊണ്ട് വായില്ല. എല്ലാ രാജാക്കന്മാരും ആ കാലത്ത് കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഈ ഒരു രാജാവ് മാത്രം കഴുതപ്പുറത്ത് വരുമെന്ന് അവർക്കറിയാം. സഖറിയാ പ്രവചനം 9:9 അവർക്കറിയാം. സിയോൻ പുത്രി, നിന്റെ രാജാവേ ജയശാലിയായി കഴുതപ്പുറത്ത് കയറി വരും. ഇതെല്ലാം അവർക്ക് ഒടുവിൽ വളരെ എത്ര കൃത്യം പ്രവചനങ്ങൾ ഇവർക്കറിയാം. സഖറിയാ പ്രവചനം പകർത്തി എഴുതുന്ന ശാസ്ത്രിമാരാണ് അവിടെ ഇരിക്കുന്നത്. പരീശന്മാർക്ക് അതറിയാം. 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുമെന്ന് പറയുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലിതാ. അങ്ങനെ അവർ എനിക്ക് 30 വെള്ളിക്കാശ് തൂക്കി തന്നു. സഖറിയാ പ്രവചനം 11:12. ജനനത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ. ബേത്ലഹേമിൽ ജനിക്കും, കുഞ്ഞുങ്ങളെ കൊല്ലും, ഈജിപ്തിലേക്ക് ഓടിപ്പോകും, രാജാവായി കയറി വരും, രാജാവായിട്ട് വരും, 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും. ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്ന കർത്താവിന്റെ കാലത്തെ യഹൂദന്റെ നിധിയാ സ്ഥിതി പറയുക. ഈ പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാം കൂടെ ചേർന്ന് കർത്താവിനെ കാണിച്ചു കൊടുത്ത് എന്താണെന്നറിയാമോ? നമുക്കറിയാം, കർത്താവ് അവരെ ശരിക്ക് വിമർശിച്ചു. വെള്ള തേച്ച ശവക്കല്ലറകളെ എന്ന് വരെ വിളിച്ചു. കർത്താവ് അവരെ വിമർശിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ കർത്താവിനെ കൊല്ലുവാൻ കൂടാൻ. ഇനി നോക്കിക്കേ, സാമാന്യ ബുദ്ധിക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു മനുഷ്യൻ ചെയ്യാത്ത സകല കാര്യങ്ങളും കർത്താവ് ചെയ്തു. അവരുടെ ആത്മീയ അന്ധതയും നിങ്ങളൊന്ന് കാണണം. പ്രകൃതിയുടെ മേൽ അധികാരം കർത്താവിനുണ്ടെന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തെളിയിച്ചു. അന്നത്തെ കാലത്ത് ഏത് കാലത്തും ട്രീറ്റ്മെന്റ് ഇല്ലാത്ത രോഗമാ കുഷ്ഠരോഗം. ഇന്നും അതിന് ട്രീറ്റ്മെന്റ് ഇല്ല. അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. വന്നവരുടെ കാലം കഴിയുമ്പോൾ അടുത്തവർക്ക് ഇത് പകരാതിരിക്കാൻ ബ്ലോക്ക് ചെയ്യാമെന്നല്ലാതെ ലെപ്രസിക്ക് ഒരു ട്രീറ്റ്മെന്റ് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല, പിടിക്കത്തുമില്ല. അങ്ങനെയുള്ള കുഷ്ഠരോഗിയെ തൊട്ട് കർത്താവ് സുഖമാക്കുന്നു. ഇവർക്ക് ബുദ്ധിക്ക് മനസ്സിലാക്കരുതോ? വേണ്ട. ഭൂതങ്ങളുടെ മേൽ അധികാരം ദൈവമാണെന്ന് തെളിയിച്ചില്ലേ? ഭൂതങ്ങളുടെ മേൽ അധികാരം, ഭൂതങ്ങൾ വിട്ടോടിപ്പോകുന്നു. പ്രകൃതിയുടെ മേൽ അധികാരം. കാറ്റിനെ അടക്കുക എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ? വെള്ളത്തിന്മേലെ നടക്കുന്നു. അങ്ങനെ ഒടുവിലായി മരിച്ചവരെ 3 ഇൻസ്റ്റൻസിൽ ഉയർപ്പിക്കുന്നു. ഇതെല്ലാം അവർക്ക് വേണമെങ്കിൽ പഠിക്കാനാ. മരിച്ച ഉടനെ യായൂറോസിന്റെ കുഞ്ഞിനെ, ഓൺ ദ വേ ടു ദ ബറിയൽ ഗ്രൗണ്ട് വിധവയുടെ മകനെ. അതിനു ഇനി തർക്കം വരാതിരിക്കാൻ 96 മണിക്കൂർ കഴിഞ്ഞ് സ്വന്തം സഹോദരി പറഞ്ഞു ഓൾറെഡി ദ്രവിച്ചെന്ന്. ഇങ്ങനെ ഉയർപ്പിച്ച വ്യക്തിയെ അവർ പീലാത്തോസിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ക്രൂശിച്ചു. കർത്താവിന്റെ കാലത്തെ ഇസ്രായേലിന്റെ സ്ഥിതി, സാത്താന്റെ
ആ പരിപാടി നിങ്ങൾ നോക്കിക്കേ. 12 ശിഷ്യന്മാരിൽ ഒരുത്തനിൽ കൂടെ അവൻ കൂടി. അപ്പൊ അവന്റെ ആയുധങ്ങൾ കണ്ടോ? അപ്പകണ്ണം വാങ്ങി തിന്ന ഉടനെ സാത്താൻ അവനിൽ കടന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ ഇസ്രായേൽ മക്കളുടെ ഈ കാലം വളരെ ശോചനീയമായിരുന്നു. സാത്താൻ വളരെയധികം, പീലാത്തോസ് വ്യക്തമായി പറഞ്ഞു ഈ മനുഷ്യനിൽ കുറ്റമൊന്നുമില്ലെന്ന്. അദ്ദേഹത്തിന്റെ ഭാര്യ എഴുതി കൊടുത്തയച്ചില്ല, ഇതൊക്കെ നമുക്കറിയാം. എന്നിട്ടും ഒടുവിൽ പീലാത്തോസ് വിട്ടയക്കുന്ന പദ്ധതി വന്നപ്പോ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാം, ഇവർ പീലാത്തോസ് റോമൻ ഗവർണറാ. പീലാത്തോസിന്റെ ജോലി കരം പിരിക്കുന്ന പരിപാടിയൊന്നുമല്ല. പീലാത്തോസിന്റെ ജോലി റോമൻ സാമ്രാജ്യത്തിന്റെ വെൽഫെയർ സംരക്ഷിക്കുന്ന ജോലിയായി. യഹൂദന് എക്കാലത്തും ധീരന്മാരാ, റോമൻ ചക്രവർത്തിക്ക് അറിയാം. അതുകൊണ്ട് അവരുടെ മൂവ്മെന്റിനെ ചെക്ക് ചെയ്യാനാ പീലാത്തോസിനെ വിട്ടിരിക്കുന്നത്. ഏറ്റവും സെന്ററായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ യെരുശലേമിൽ അതിനെ അവിടെ ആസ്ഥാനമാക്കിയത്. അപ്പൊ പീലാത്തോസിന്റെ എല്ലാ പ്രഭാഷണങ്ങളും പീലാത്തോസ് യേശുക്രിസ്തുവിന്റെ പ്രഭാഷണങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിനെ ചോദ്യം ചെയ്യുന്നു. ഒടുവിൽ അദ്ദേഹം പറയുക, ഞാനൊരു കുറ്റവും കാണുന്നില്ല. അറ്റ കൈ ഇവരെന്താ പറഞ്ഞെന്നറിയാവോ? നീ ഇവനെ വിട്ടയച്ചാ നീ കൈസറുടെ സ്നേഹിതനല്ല. നോക്കിക്കേ, ആ പീലാത്തോസിനെ ത്രട്ടൺ ചെയ്യുക, ഗവർണറെ. അവരുടെ ആ സാത്താന്റെ ആ പരിപാടിയുണ്ടോ? പീലാത്തോസിനോട് ഇന്നത്തെ ലോകത്തിലെങ്കിലും ആരെങ്കിലും പറയുമോ ഈ ഒരു വാക്ക്? പറയുക, നീ ഇവനെ വിട്ടയച്ചാ നീ കൈസറുടെ സ്നേഹിതനല്ല. അത് കഴിഞ്ഞ് പറയാ, ഏറ്റു പറയാ, ഞങ്ങൾക്ക് ഒരു രാജാവേ ഉള്ളൂ. പണ്ട് പറഞ്ഞ കർത്താവില്ല, ഞാൻ അവരെ ഭരിക്കാൻ രാജാവ്. ഇപ്പം പറയാ, ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ. അങ്ങനെ കർത്താവിനെ ക്രൂശിപ്പിച്ചു. അതിന്റെ പരിണത ഫലം നമുക്കറിയാം. ലോകം മുഴുവൻ ചെതറി. നോക്കിക്കേ, 7ാമത്തെ കാലഘട്ടം അതാണ്. ലോകം മുഴുവൻ അവർ ചെതറി. 1ാമത്തെ കാലഘട്ടം യോശുവയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത നാട് എടുത്തത്. 2ാമത്തേത് ന്യായാധിപന്മാരുടെ ഭരണകാലം. സാത്താൻ ശരിക്ക് നേതാക്കന്മാരെ വരെ തകർത്തു. 3ാമത്തെ കാലഘട്ടം രാജാക്കന്മാരുടെ കാലഘട്ടം. 4ാമത്തത് പ്രവാസം. 5ാമത്തത് പ്രവാസത്തിൽ മടങ്ങി വന്നു. 6ാമത്തത് കർത്താവിന്റെ കാലഘട്ടം വന്നു. കർത്താവിന്റെ കാലഘട്ടം വന്നപ്പോൾ എല്ലാ വിധത്തിലും തകർന്നു. അവിടുന്ന് അവർ പുറന്തള്ളപ്പെടുകയാണ്. ഈ ജനം ഇവർ പുറന്തള്ളപ്പെടുകയാണ്. നോക്കിക്കേ, ലോകത്തിലെ സകല രാജ്യങ്ങളും ഇവർക്ക് വിരോധമായി മാറുകയാണ്. സകല രാജ്യങ്ങളും. 7ാമത്തെ കാലഘട്ടം അതാണ്. കർത്താവിനെ ക്രൂശിപ്പിച്ച ശേഷമുള്ളതായ അവർ പുറന്തള്ളപ്പെടുകയാണ്. ലോകത്തിൽ ഇന്ത്യ, USA ഈ 2 രാജ്യം ഒഴിച്ച് ഒറ്റ രാജ്യം അവർക്ക് സപ്പോർട്ടിനില്ലായിരുന്നു. അന്നുമില്ല, അന്നുമില്ല. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ ലോകത്തിൽ 2 രാജ്യമേ യഥാർത്ഥത്തിലുള്ളൂ. 1 ഭാരതം, 2 ഇന്ത്യ, USA. ഇവർ പുറന്തള്ളപ്പെട്ടു. ഇവർ 1800 വർഷം അവർക്ക് ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വീഴട്ടെ എന്ന് പറഞ്ഞ് സ്വയം ശാപമേറ്റുവാങ്ങിയ കാലം നമുക്കറിയാം. അഡോൾഫ് ഹിറ്റ്ലർ, ജർമ്മൻ ചാൻസലർ തന്നെ കൊന്നത് 8 ലക്ഷം പേരെ എന്ന് പറയുന്നു. ഐക്യമാൻ കൊന്നത് 40 ലക്ഷം എന്നാണ് പറയുന്നത്. യഹൂദന്മാരെ കൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ ചരിത്രമൊക്കെ ആൻഡ്രൂസ് പാസ്റ്റർ മറ്റു ദൈവദാസന്മാരും പഠിപ്പിക്കുന്നതല്ലേ. ലോകം മുഴുവൻ ചെതറി വാണ്ടറിങ് ജൂ എന്നൊരു പേര് കിട്ടി. സാത്താൻ കൈയടിച്ച് സന്തോഷിച്ചു. നോക്കിക്കേ, അവരുടെ ആ കാലഘട്ടമാണ്. അടുത്തതാണ് അവരുടെ മടങ്ങിവരവാണ്. 1948 അവർ മടങ്ങി വരുന്നു. 8ാമത്തെ കാലഘട്ടമാണ്. അവർ മടങ്ങി വരികയാണ്. കാരണം ഇത് നമ്മൾ ആദ്യമേ സഹോദരി മേരിക്കുട്ടി വായിച്ചു പറ്റില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാ. അവരെ നശിപ്പിക്കാണെന്ന് സാത്താനെ സമ്മതിക്കത്തില്ല. പക്ഷെ അവരുടെ കയ്യിലിരിപ്പുകൊണ്ടാ ഇതെല്ലാം. 8ാമത്തെ അവരുടെ കാലഘട്ടം. അവർ 1948 മെയ് 14 ലോകത്തെ അമ്പരിപ്പിച്ചുകൊണ്ട്, അതിനു മുമ്പ് രാജ്യങ്ങളെല്ലാം തകർന്നു. പലസ്തീനിൽ ഒറ്റ ഒരു ഫാമിലി ഇല്ലാതെ വന്നു. മുഴുവൻ തരിശായി കിടന്നു. ആ കാലഘട്ടത്തിൽ പിന്നീട് നമ്മൾ ഭരിക്കുമ്പോൾ ചിന്തിക്കും ഉണ്ടായ പീഡനം, ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടായ ഒരു പീഡനം. അത് അന്നേരം നമുക്ക് ചിന്തിക്കാം. അന്നേരം യഹൂദന്റെ കാര്യം നമുക്ക് ചിന്തിക്കാം. അവരെ 1948 ഇസ്രായേൽ മടങ്ങി വന്നു. ആരും വിചാരിച്ചില്ല ഇവരൊരു രാജ്യമാകുമെന്ന്.
ഒരുത്തരും വിചാരിച്ചില്ല 23 ശത്രു രാജ്യങ്ങളുടെ നടുവിലാണ് കേരളത്തിന്റെ മുക്കാൽ പങ്ക് മാത്രം അല്പം കൂടെ വലിപ്പമുള്ള ഈ രാജ്യം അന്നും ഇന്നും പിടിച്ചു നിൽക്കുന്നത്. 23 പ്രധാനപ്പെട്ട ശത്രു രാജ്യങ്ങളുടെ നടുവിലാണ് പിടിച്ചു നിൽക്കുന്നത്. അവർ മടങ്ങി വന്നു. 8ാമത്തെ കാലഘട്ടത്തിൽ മടങ്ങി വന്നു കഴിഞ്ഞ ഉടനെ അത്തി തളിർക്കാന്ന് പറഞ്ഞാൽ മുഴുവൻ ഫ്ലറിഷായി. ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടാണ്, ഈ കഴിഞ്ഞ 75 വർഷം കൊണ്ട് ഇത്രയും പുരോഗമിച്ച ഒറ്റ രാജ്യം ലോകത്തിലില്ല. അവരുടെ ടെക്നോളജിയെ വെല്ലാൻ ആർക്കുമില്ല. നമ്മൾ കണ്ടില്ലേ, ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഹമാസിന്റെ യുദ്ധത്തിലൊക്കെ ടാങ്കുകൾ ഇങ്ങനെ പോകുന്നു. ഹമാസും ഹിസ്ബുള്ളയും ഇസ്രായേൽ ടാങ്കിനെ തകർക്കുന്നു. ചത്തടാന്ന് പറഞ്ഞ് കൊട്ടി ഘോഷിക്കുന്നു. ടാങ്ക് പോയതേ ഉള്ളൂ, അതിനകത്തെങ്ങും ആരും ഇല്ല. എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിനകത്ത് ഇരുന്നത്, അല്ലാതെ അവിടെങ്ങും ആൾനാശമൊന്നും വന്നില്ല. അത്ര ബുദ്ധിമാന്മാരായിട്ട് അവർ വന്നു. അങ്ങനെ 8ാമത്തെ കാലഘട്ടത്തിൽ അവരെ തളിർത്ത് നിൽക്കുകയാണ്. ഇനി 9ഉം 10ഉം ഉണ്ട്. അത് നമുക്ക് നാളെ ചിന്തിച്ചിട്ട് സഭയുടെ കാലത്തിലേക്ക് വരാം. ഇന്ന് രാത്രി ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.